വേൾഡ് കപ്പിന് ശേഷമുള്ള ബ്രസീൽ എന്നത് വെറും കടലാസിൽ ഒതുങ്ങിയ ഒരു ബ്രസീൽ മാത്രമായിരുന്നു. കഴിഞ്ഞ 3 വർഷം എന്തായിരുന്നു ബ്രസീൽ എന്നത് ഫുട്ബോൾ ലോകം കണ്ടതാണ്. ഫോമില്ലായ്മ, പരിക്കുകൾ, നേരാവണ്ണം ഒരു കോച്ചില്ല എന്നതുള്ളതൊക്കെ ഒരു ടീമിന്റെ പ്രകടനം അമ്പെ താഴെ പോയി എന്ന് പറയേണ്ടി വരും. അതിനിടയിൽ വന്നവരൊക്കെ എന്തിനോ വേണ്ടി ടീമിനെ കളിപ്പിച്ചു, എങ്ങനെയോ ചില കളികൾ ജയിച്ചു. പക്ഷേ ഇന്നവരൊരു ടീമിനോട് മൊത്തം ഡോമിനേഷനിൽ ജയിച്ചൊരു കളി ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് സത്യം മാത്രമാണ്. ടിറ്റ് എന്ന കോച്ച് വന്നത് ബ്രസീലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഫിഫ റാങ്കിങ് വരെ ബ്രസീലിനെ 1ാം റാങ്കിങ്ങിലെത്തിക്കാൻ സാധിച്ചെങ്കിലും 2 വേൾഡ് കപ്പിലും ഒരു കോപ്പ അമേരിക്കയിലും ബ്രസീൽ കാലിടറി. ടിറ്റ് എന്നത് ഒരു സമ്പൂർണ്ണ കോച്ചായി ഒരിക്കലും തോന്നിയിട്ടില്ല. അന്നത്തെ പ്ലേയേഴ്സ് ഒരൊത്തൊരുമ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലം കുറെ മികച്ച കളികൾ നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ മേജർ ടൂർണമെൻറ്റുകളിൽ ബ്രസീലിന് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതും ടിറ്റയുടെ പിടിപ്പുകേടായിരുന്നു. ഒരു ഉത്തമ കോച്ചാകാൻ ശ്രമം നടത്തിയില്ലെങ്കിലും അങ്ങേരുടെ ഒരു ശൈലി വിട്ട് പുറത്തിറങ്ങാത്തൊരവസ്ഥ വന്നതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെട്ടു. അതിനുശേഷം വന്നത് ഡോറിവെൽ ജൂനിയർ ആയിരുന്നു. അയാളാണ് ബ്രസീലിൻ്റെ ഈ ഒരു പരിതാപകരമായ അവസ്ഥക്ക് കാരണമെന്ന് തീർച്ചയായും പറയാം. കാരണം അങ്ങേരെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് അയാൾക്കും അറിയാമായിരുന്നു. അതേപോലെ ബ്രസീലിൻ്റെ ഫെഡറേഷനും അറിയാമായിരുന്നു. എന്നിട്ടും ഇത്രയും നാൾ അദ്ദേഹത്തെ നിർത്തിയെങ്കിൽ ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ തങ്ങളുടെ നിലയും വിലയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫുട്ബോളിൻ്റെ ഈറ്റില്ലമായ ബ്രസീൽ എന്ന സ്ഥലത്തെ ഫുട്ബോൾ ഫെഡറേഷൻ ഇങ്ങനൊരു അധപതനത്തിലേക്ക് പോയത് കാശിൻ്റെ പിൻബലത്തിൽ കളിച്ചതാണോ, അതോ ഫുട്ബോൾ എന്ന ബ്രസീലിൻ്റെ സാമ്പാത്താളത്തെ നിർത്താൻ വേണ്ടിയാണോ? അറിയില്ല. ഉത്തരം കിട്ടാത്ത ചോദ്യമാണത്. അങ്ങനെ ഇത്രയും നാൾ അടക്കി ഭരിച്ച ഒരു വേൾഡ് ക്ലാസ് ടീമിൻ്റെ അവസ്ഥ 2022 ശേഷം കൃത്യം 3 വർഷമായിട്ടും മനസ്സിലാകാതെ പോയത് എന്തുകൊണ്ടാണ്? അത് തീർച്ചയായും ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പിടിപ്പുകേട് തന്നെയല്ലേ? പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും ഒരാശ്വാസമാണ് ഇന്ന് ബ്രസീൽ ആരാധകർക്ക്. കാരണം റയൽ മാഡ്രിഡിൻ്റെ സ്വന്തം റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും മികച്ച പരിശീലകനായ കാർലോ അഞ്ചലോട്ടി ഇന്ന് ബ്രസീലിൻ്റെ റയൽ മാഡ്രിഡിൽ അദ്ദേഹം കൊടുത്ത സംഭാവന ചില്ലറയല്ല. 2013-14 വർഷത്തിലും 2021-22 വർഷത്തിലും 2023-24 വർഷത്തിലും ചാമ്പ്യൻസ് ലീഗ് കിരീടം, 2014, 2022, 2024 എന്നീ വർഷങ്ങളിൽ സൂപ്പർ കപ്പ്, 2014, 2022 എന്നീ വർഷത്തിൽ ക്ലബ്ബ് വേൾഡ് കപ്പ്, 2024 ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്. ഇതെല്ലാം 2013, 2021 എന്നീ വർഷങ്ങളിൽ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം കിട്ടിയ ട്രോഫികളാണ്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷയിലാണ് ബ്രസീലിലേക്കും അദ്ദേഹം വരുന്നത്. ഏതൊരു സമയത്ത് പൊട്ടിമുളച്ച ചില ലാറ്റിൻ അമേരിക്കൻ ശക്തികളല്ല ബ്രസീൽ. അത് കളി കണ്ടവർക്കറിയാം ബ്രസീലിന്റെ പ്രതാപകാലം എന്തായിരുന്നു എന്ന്. അധികമൊന്നും പോകേണ്ട, കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോയാൽ മാത്രം അറിയാം ബ്രസീൽ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. പിന്നിട്ട വഴികൾ ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം നിങ്ങൾക്ക് മതിയാകും ബ്രസീലിൻ്റെ ഷെൽഫിൽ എത്രയെണ്ണം ഉണ്ട് എന്നുള്ളത്. ചിലർക്ക് ഫുട്ബോൾ എന്നത് പറഞ്ഞാൽ അത് 2022 തുടങ്ങിയത് എന്നതുപോലെയാണ്. കാർലോ അഞ്ചലോട്ടി ബ്രസീലിലേക്ക് വന്നപ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. എന്നാൽ ആദ്യ മത്സരത്തിൽ ഇക്വഡോറിനോട് സമനിലയായിരുന്നു. 2ാം മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ അതിഗംഭീരമായി തന്നെ കാർലോയുടെ ബ്രസീൽ ടീം വിജയിക്കുന്നു. അതിനാൽ തന്നെ 2026 ലോകകപ്പ് യോഗ്യത ബ്രസീൽ നേടുകയാണ്. എല്ലാ ലോകകപ്പും കളിച്ച ഒരേയൊരു രാജ്യമെന്ന റെക്കോർഡും ബ്രസീൽ കാത്തു സൂക്ഷിക്കുകയാണ്. ഇത് കാർലോയുടെ യുഗമാണ്. ബ്രസീൽ ആ പഴയ ബ്രസീലായിട്ട് തിരിച്ചു വരട്ടെ.